ഹലോ ഗായ്സ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ആക്ഷൻ ആൻഡ് സ്റ്റഫ് എന്ന് പറയുന്ന പുതിയൊരു മൈൻക്രാഫ്റ്റ് സീരീസുമായിട്ടാണ്. ഗായ്സ്, നമ്മളിനി ഇതിലെന്തൊക്കെയാണെങ്കിലും നമ്മളൊരു ക്യൂട്ടി ഗെയിമിങ്ങിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഡ്രാഗനെ കൊന്നിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു. നമുക്ക് നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 10 ലൈക്ക് മതി. വെറും 10 ലൈക്ക് മതി. അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ഒരു 10 ലൈക്കാണ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ്. വേറെ കൂടുതലൊന്നും ഇല്ല കേട്ടോ. ഒരു 10 ലൈക്ക് ആർക്കെങ്കിലും തരാൻ പറ്റി പ്ലീസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വേൾഡ് ഇപ്പോൾ എല്ലാ മൈൻക്രാഫ്റ്റ് യൂട്യൂബേഴ്സും ഇപ്പോൾ ഈ ഒരു മോഡ് കളിക്കണ കൊണ്ടാണ് ഞാൻ എടുത്ത് കളിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ പിങ്കി പ്രോമിസ് എഡീഷൻ ഞാൻ കളിച്ചു തുടങ്ങിയതായിരുന്നു. പിന്നെ GTA വൈസ് സിറ്റി കളിക്കാൻ തോന്നിയപ്പോൾ ഫോണിൽ കയറ്റാൻ അറിഞ്ഞപ്പോൾ ഇതേത് സ്ഥലം ഫോണിൽ കയറ്റാനൊക്കെ ഇപ്പം എൻ്റെ കൂട്ടുകാരന്മാർ കയറ്റാൻ പറഞ്ഞപ്പോൾ ഞാൻ കയറ്റി. അപ്പോഴേക്കും മൈൻക്രാഫ്റ്റ് സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ട് ഞാനത് കളഞ്ഞു. വെക്കേഷൻ കൊണ്ട് GTA ഇത് തീർത്ത് കേട്ടോ, GTA വൈസ് സിറ്റി. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ് ഇരുന്ന് പോയി. ഓക്കെ, ഇത് ഏത് സ്ഥലത്താണ് ഗൈസ്? മൊത്തം ചെറിയ ബ്ലോസം ആണല്ലോ. ഓക്കെ, ഇതിവിടെ നമുക്ക് പിങ്കി കുട്ടന്മാരെ കാണാനുണ്ട്. ഗായ്സ്, ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നല്ല രസം. നോക്കി ചുറ്റിനും പിങ്ക്. എന്തൊക്കെയാണ് നമ്മൾ ഈ പിങ്കിൻ്റെ നടുക്ക് എന്തൊക്കെയാണെങ്കിലും ഒരിക്കലും നമ്മൾ വീട് കെട്ടേല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് പിങ്ക്. നിങ്ങൾക്ക് എങ്ങനെ താമസിക്കാൻ പറ്റും ഒരു പിങ്ക്? പറ്റില്ല. എനിക്ക് ഈ ഒരു ബയോം ഇഷ്ടമല്ല. നമ്മളിവിടെ എത്തി എത്രയും പെട്ടെന്ന്. ഇവിടെ എത്തുമ്പോൾ കളർ മാറുന്നുണ്ട്. ആ സൈഡിലോട്ടൊക്കെ ഓറഞ്ചാണ് വരുന്നത്. കണ്ടാ, അത് ഈ ഒരു ബയോമിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് ആട് ഓടിവാ മണ്ണേ, അല്ല ഓടിവാ കണ്ണ ചാടിവാ മണ്ണേ. കുറച്ച് ബഗ്ഗാണ്. വാ ഓടിവാ മണ്ണേ, ഓടിവാ കണ്ണ ചാടിവാ മണ്ണേ. ബഗ്ഗാണ് കേട്ടോ ചെറുത് രീതിക്ക്, പക്ഷെ കാണാനൊക്കെ കൊള്ളാം. കണ്ട ചെറിയ രീതിക്ക് ഒരു ബഗ് ഉണ്ട്. ഓക്കെ, ദൈവമാണ് ഓടിവാ കണ്ണ ചാടിവാ മണ്ണേ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇനി വുഡൊക്കെ ലിറ്റിൽ ബേബി. ഓക്കെ, ഞങ്ങൾ കൊല്ലുന്നില്ല കേട്ടോ, പാത്തിരിക്കണം. പുല്ല് തന്നെയാണല്ലേ. അപ്പോൾ ഓക്കെ, ഞാൻ നിൻ്റെ അമ്മേനെ കൊല്ലണില്ല. ഓക്കെ ഗായ്സ്, കുഞ്ഞനാട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്കിനി മരം വെട്ടി തുടങ്ങാം. ഓക്കെ, മരം വെട്ടി തുടങ്ങാലേ കളി തുടങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് മരം വെട്ടി ബേസിക് ടൂൾസൊക്കെ ഉണ്ടാക്കണം. ഓക്കെ, നമ്മളിപ്പോൾ മരം വെട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മരം വെട്ടി ഞങ്ങൾക്ക് ഇനി ബേസിക് ടൂൾസ് ഉണ്ടാക്കണം. ഓക്കെ, സെറ്റ്. ഇനി നിങ്ങൾക്ക് ബോറടിപ്പിക്കണല്ലോ. ഞാൻ മരം വെട്ടിയത് കുറേ ഇനി മരം വെട്ടും. അപ്പോൾ ഇനി പോയി ബേസിക് ടൂൾസൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം. പാത്തിരിക്കണം. ഓക്കെ ഗൈസ്, അപ്പം ഞാനൊരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി എന്തെങ്കിലും അതിവിടെ കുറച്ച് കോൾ ഇരിപ്പുണ്ടല്ലോ. ഗുഡ് കോളുള്ളത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും. സെറ്റ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എല്ലാം ഒന്ന് മൈൻഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് നേരെ ബേസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൈൻഡ് ചെയ്തെടുക്കട്ടെ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ബേസ് കണ്ടുപിടിക്കാം. ഇവിടെയാണ് നമ്മൾ വീട് കെട്ടല്. കാരണം ഇത് ഈ ഒരു ബയോമാണ്. ഓക്കെ, ബൈ കുഞ്ഞപ്പാ, ഞങ്ങൾ പോണു. അപ്പോൾ നമ്മളൊരു ബെഡൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബെഡ് എങ്ങനെ ഉണ്ടായി. നമുക്ക് ഇതിനെ ഞാനൊന്ന് നൈസായിട്ട് കൊന്നു കളഞ്ഞു. അതാണ് ഞാൻ കുഞ്ഞപ്പന് ബൈ കൊടുത്തത്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തൊക്കെയാണെങ്കിലും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇതൊരു പിങ്കിഷ് തലതുകൊണ്ട് തന്നെ പിങ്കിൻ്റെ നടുക്കിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മളൊരു നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കാൻ പോവുകയാണ്. പിങ്കി പ്രോമിസിന് ഇപ്പോൾ എന്തായി എന്നാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ ഇടക്ക് നമ്മളിപ്പോൾ പറയാൻ പോണത്. സത്യം പറഞ്ഞാൽ പിങ്കി പ്രോമിസ് എന്ന് പറഞ്ഞൊരു സീരീസ് അത് കൊള്ളാമെന്ന് ബെറ്ററായിരുന്നു, എൻ്റെ രസമായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ സ്വയം കളിക്കാൻ തീരുമാനിച്ചാണ്. വൈസ് സിറ്റി ഒന്ന് കളിച്ച് തീർക്കണമെന്ന് എനിക്കൊന്ന് തോന്നി. അങ്ങനെ ഞാൻ GTA വൈസ് സിറ്റി കയറ്റണമെങ്കിൽ കുറച്ച് സ്പേസ് വേണമല്ലോ. ഇതെന്ത് ഗുണമാക്കിയത്.
ഗുണാക്കേവ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരുത്തനുണ്ട് കേട്ടോ, പാവൻ ചെക്കന് ഭയങ്കര കളിയാക്കനാണ് എല്ലാ ദിവസവും. പാവൻ ചെക്കൻ എല്ലാ ദിവസവും ഗുണാക്കേവ് എന്ന് കളിയാക്കും. എന്തിനാണെന്നറിയാം? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളൊരു ബോയ് ആണെങ്കിൽ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. അവൻ്റെ പേര് കാർത്തിക്. ഗുണാക്കേവ് എന്നല്ല സത്യത്തിൽ വിളിക്കണം, കിണറെന്നാണ്. എന്തെങ്കിലും ആകട്ടെ. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ പറഞ്ഞു വന്നതായിരുന്നു വൈസ് സിറ്റി. അങ്ങനെ ഞാൻ വൈസ് സിറ്റിയെ കളിച്ച് ഫുള്ള് തീർത്ത് എനിക്ക് ടോമീനെയൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ല സ്റ്റോറിയിലെ. ഓക്കെ, ഈ പിങ്കി കുട്ടന്മാരെയൊക്കെ കൊല്ലണം. ഓക്കെ, ഞാൻ ഈ ഗെയിമിലാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ദേ അവിടെ ഒരു വെള്ളച്ചാട്ടം അല്ലല്ലോ, അത് ഐസല്ലേ? ഇതെന്താ ഐസാ ഇവിടെ? ഇതെന്താ ഇവിടേക്ക് ഐസ്? ഇത് കൊള്ളാല. 3 വയവും ഒരുമിച്ച, 3 അല്ല 4 പ്ലെയിൻസ്. അത് ശരി. ഇതേ പിങ്കിമോൻ. അയ്യോ, പിങ്കിമോൻ ഗുണാക്കേവി വീണ്. എന്തെങ്കിലും ആകട്ടെ. അങ്ങനെ വൈസിറ്റി കളിക്കാൻ വേണ്ടിയായിരുന്നു എൻ്റെ വേൾഡ് ഞാൻ കളഞ്ഞപ്പോൾ പിന്നെ കണ്ടില്ല ഗൈസ്. ഞാനത് ഫയലൊക്കെ ചെയ്ത് കോപ്പിയൊക്കെ ചെയ്ത് വെച്ചാണ്, പക്ഷെ പിന്നെ കയറ്റിയപ്പോൾ കണ്ടില്ല. അപ്പോഴാണ് ആക്ഷൻ ആൻഡ് സ്റ്റെഫ് എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു രാത്രിയായി നമ്മൾ പറഞ്ഞ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനിയൊരു നൈസ് സ്പോട്ട് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തായിട്ട് ഞാൻ വരാം കേട്ടോ ഗൈസ്. അങ്ങനെ പോണ വഴിക്ക് ഞാനൊരു നിധി കണ്ടു ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിലാണ് ഈ കുഴി കുഴിച്ചുകൊണ്ടിരിക്കണത്. എന്നിട്ട് ഈ കുഴിച്ചിട്ട് ഒരു സ്റ്റാക്ക് ഡയറക്റ്റ് ആക്കിയിട്ട്, ഒരു സ്റ്റാക്ക് ആയിട്ടില്ല 45 ആയിട്ടുള്ളത്. ഓക്കെ, കറക്റ്റ് ഒരു സ്റ്റാക്ക് വേണം, ആവശ്യം വരുമായിരിക്കും. അവിടെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ പണിതിട്ട് എന്തെങ്കിലും കാണിക്കട്ടെ. ഒരു സ്റ്റാക്ക് ഡയറക്റ്റ് എന്തൊക്കെയാണെങ്കിലും ആവശ്യം വരും. ഓക്കെ, 55 ആയിട്ടുണ്ട്. ഓക്കെ, 55 ആയിട്ടുണ്ട് കേട്ടോ, 55 ആയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് 64. ഓക്കെ, സെറ്റ്. ഇത് ഇവിടെയാണ് അവസാനിരിക്കുന്നത്. നിങ്ങളെ കണ്ടല്ല, അവിടെ അയൺ ഇരിക്കണ കണ്ടല്ലേ നിങ്ങൾ? അയൺ എടുക്കാനാണ് ഞാൻ പോണത്. ഇതിങ്ങനെ മെല്ലെ വെച്ച് മെല്ലെ നമ്മളങ്ങനെ വെച്ചിട്ട് ഫൈനലി നമ്മൾ അയണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൈൻ ചെയ്യണം. ഓക്കെ ഗൈസ്, അടിയിലായിട്ട് ഇപ്പം അടിയിലായിട്ട് പോയേനെ. ഞാൻ ക്രൗച്ച് ചെയ്ത് നിന്നിട്ടാണ്. ഒരു നൈസായിട്ടൊരു ചെറിയ പേടി ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിനി ഇതും കൂടെ പൊളിച്ചിട്ട് അങ്ങോട്ട് കയറും. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇത്ര ആയനുണ്ട്, 3 എണ്ണം ഉണ്ട്. ഓക്കെ, നമുക്ക് കിട്ടാൻ വഴി ഉണ്ടാന്ന് നോക്കട്ടെ. ഓക്കെ, കിട്ടണേ. കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, 3, 2, 1 ഗോ. ഓടാ, കൈ വന്നില്ല. ശേ, കോപ്പ്. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നത്. ഇവിടെ ഉണ്ട്. അങ്ങോട്ടുണ്ടാവും, നോക്കട്ടെ. ചമ്മി, അവിടെ ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, താഴത്തോട്ട് ഇറങ്ങാം. ഇനി മൈൻഡ് ചെയ്താൽ കിട്ടുമായിരിക്കും. കിട്ടണേ, കൈ കിട്ടണേ. കണ്ടാ ബുദ്ധി അൺലോക്ക്ഡ് ബുദ്ധി. സെറ്റ്. ഇനി ഇത്ര അടുപ്പിച്ച് നിന്ന് കിട്ടുമായിരിക്കും. കിട്ടണേ. കുടിച്ചടാ, 2 എണ്ണം വെറുതെ വന്നു. ഒറ്റൊരു ആയതിനു വേണ്ടി ഞാനെന്തിനാ ഇവിടെ വന്നിട്ട്? ഒരു ട്രിക്ക് ഉണ്ട്, ഇത്ര അടുത്തല്ലേ. ചത്തില്ല. ഓക്കെ, ചത്തില്ല ഗൈസ്. ഓക്കെ, ഇനി പൊക്കത്താട്ട് പോവാ. കയറട്ടെ. പൊക്കത്താട്ട് വെച്ച് കയറട്ടെ. ഓക്കെ. രാത്രി ആയവന് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, കിടക്ക. ഓക്കെ ഗൈസ്, നമ്മുടെ സെക്കൻഡ് നൈറ്റും നമ്മൾ വീടില്ലാണ്ടാണ് കേട്ടോ കിടക്കണത്. ഓക്കെ, ഇതിപ്പോൾ ഉറങ്ങി കിടക്കട്ടെ. ഉറങ്ങി. ഓക്കെ ഗൈസ്, സെറ്റ്. രാവിലെ ഗൈസ്, സുപ്രഭാതം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇൻവെസ്റ്റിഗേഷൻ സ്ഥലം നോക്കി നമുക്ക് യാത്ര തുടങ്ങാം. സോ ഗായ്സ്, നമ്മൾ ഇവിടെ എല്ലാം വീട് കെട്ടാൻ പോണത്. സോ നമ്മളിവിടെ ഒരു ടെൻ്റ് അടിച്ചിട്ട് അതായത് ഒരു ജസ്റ്റ് ഈ ക്രാഫ്റ്റിംഗ് ടേബിളും ഇതൊക്കെ ഒന്ന് വെച്ചിട്ട് നമ്മളൊരു നരിവേട്ട നടത്താൻ പോണതാണ് ഗൈസ്. നമ്മൾ ഈ എക്സ്പ്ലോറിങ്ങിൻ്റെ ഇടക്ക് കുറേ നരിവേട്ടയൊക്കെ നടത്തി. മിന്നൽ വെള്ള
കയ്യിലിട്ട പെണ്ണഴകേ ആ പാട്ടൊക്കെ പിടി ഇങ്ങനെ വെട്ടി വെട്ടി അങ്ങോട്ടിട്. ഇത്രയേ ഉള്ളു. ആ ഒരു കുട്ടി സ്റ്റാൻഡിൽ വന്ന് ബിസിലടിച്ച വെള്ളി. ഓ ഗൈസ്, പിങ്കി മോനാണത്. പിങ്കി എനിക്ക് പിങ്കികളാണ് കൊല്ലട്ടെ. പിങ്കി മോനെ കൊന്നിട്ട് കാര്യമില്ല. പിങ്കികൾ. ഓക്കെ ഗൈസ്, ഇതേ ഒരു ലിറ്റിൽ ലാമ്പല്ല ഷീപ്പിനെ തലക്കടിച്ച് കൊന്ന് ഗൈസ്. സീനാണ്. ദേ ഗൈസ്, മറ്റേ സാധനം കൗ, പശുവുമ്പ, പശുവുമ്പ. ഗൈസ്, കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ മരം വെട്ടാൻ തുടങ്ങുമ്പോൾ നിങ്ങളതിനെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നിങ്ങളെൻ്റെ ആക്സിൻ്റെ ഇത് കണ്ടാൽ മനസ്സിലാവും. നമ്മളൊരു സ്റ്റാക്കൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ആക്സിൻ്റെ ഡ്യൂറബിലിറ്റി കണ്ടാടാ, കാണാൻ കൂടെ ഇല്ല. ഓക്കെ, അപ്പം നമ്മളിനി കണ്ണി കാണുന്ന സാധനത്തിനെയൊക്കെ അപ്പോൾ ഇതിനെയൊക്കെ കണ്ണി കണ്ടതല്ലേ, അപ്പോൾ അതിനെയൊക്കെ പിടിച്ച് കൊല്ലണം. ഇതൊക്കെ വെച്ചിട്ടൊരു ഉപകാരമുണ്ട്. അതെന്താണെന്നറിയാവോ? ലെതറിൻ്റെ ഷൂ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം വരും. ഓക്കെ, ഇതിനെയൊക്കെ ഒന്ന് കുഴിച്ച് മൂടിയിട്ട് നമുക്ക് ഇതിൻ്റെ സാധനം എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോകാം. ഓക്കെ, കണ്ണി കാണുന്ന സാധനങ്ങളൊക്കെ ഓക്കെ, കണ്ണി കാണുന്ന സാധനത്തിനെയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്ര സാധനങ്ങളായില്ലേ. അപ്പം ഞാൻ ഇനിയൊരു അടിമ സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പിന്നെ മൂന്നാമത്തെ ഒരു ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സോ മൂന്നാമത്തെ ദിവസമായി കൊണ്ട് തന്നെ ഞാനൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രാത്രിയായപ്പോൾ അതാണ് നിങ്ങളേക്ക് കാണുന്നത്. ഇവിടെ വീട് കെട്ടണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ഇവിടെ ഞാൻ എങ്ങനെ കെട്ടാനാണ് എന്തോ എനിക്കറിയില്ല. സോ ഗൈസ്, 12 മിനിറ്റായി വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇനി പുറത്തോട്ട് പോകണം. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം ഗൈസ്. അതാണിപ്പം നമുക്ക് ചെയ്യാനുള്ളത്. സോ തല്ലിപ്പൊളിക്ക്. ആ പൊട്ടിക്കട്ടെ. ആ പൊളി, ബെഡും പൊട്ടിക്ക്. ഓ, പരിപാടി കഴിഞ്ഞ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് പുറത്തോട്ട് പോകാം. മലകൾ കയറി. ഗൈസ്, നിങ്ങൾ ആ സാധനം കണ്ട? എടി, ഇത് മറ്റേ സാധനമല്ലേ? ഇതെന്താണ് ഇവിടെ വലിയൊരു കുഴി? പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമുകളല്ല. അയ്യോ, പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ മുതലാളികളുണ്ടായിരുന്നു. ഷീറ്റ്. വടാ ഒടിവാ മണ്ണേ, അല്ല ഒടിവാ കണ്ണ, ചടിവാ മണ്ണേ, വടാ എന്താടാ പേടിയാ? ദൈവമേ, അമ്മ റണ്ണാക്കിലായിട്ട് ഞാൻ കയറി കൊടുക്കണം. അയ്യോ, ഒടിവാ മണ്ണേ, ഒടിവാ കണ്ണ, ചടിവാ മണ്ണേ, വടാ നീയൊക്കെ വാടാ, നീയൊക്കെ എൻ്റെ പുറകെ വാടാ. വാ ഇത് ചത്ത. നീയൊക്കെ പുകയല്ലേ? ഗൈസ്, അതാണ് മറ്റേമാരുടെ സ്ഥലമാണ് ഗൈസ്. ഔട്ട് ഹൗസ് അല്ല ഔട്ട് പോസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു ചെറിയ വീട് ഉണ്ടാക്കിയാലേ? എന്നാൽ ശരി, ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇത് ടൈം ലാപ്സ് ആക്കാം, ഇല്ലെങ്കിൽ ശരിയാകില്ല. നിങ്ങൾ സമയം കണ്ട 13, 44, 45, 46 കണ്ട, അത്രയും മിനിറ്റായി. നമുക്കൊരു കാര്യം ചെയ്യാം. വീട് അങ്ങോട്ട് പണിയണതും ബേസൊക്കെ സെറ്റാക്കണമൊക്കെ ഒരു ടൈം ലാപ്സ് ആക്കാം. ഓക്കെ, അപ്പോൾ ടൈം ലാപ്സ്. ഓക്കെ ഗായ്സ്, നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പാത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാത്ത് അതിട്ടുകൊണ്ടിരിക്കുകയാണ്. സേഫ്റ്റിക്കൊക്കെ വേണ്ടി നമ്മൾ ചുറ്റുമതിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചുമ്മാ താഴത്തോട്ടൊക്കെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് സത്യം പറഞ്ഞ് ഇപ്പോൾ നല്ല രീതിയിൽ ലോങ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനിപ്പോൾ നേരത്തെ 12 മിനിറ്റ് ആയെന്നൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് പറഞ്ഞതാണ്. ഞാൻ ഇൻഷോട്ട് എഡിറ്റ് ചെയ്യണ കൊണ്ടാണ്. കാരണം ഞാനിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യണമല്ലോ ചെയ്യണത്. അപ്പോൾ അങ്ങനെയാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ നിങ്ങളൊന്ന് പൊക്കത്തായിട്ട് നോക്കിയാൽ മനസ്സിലാവും. അതായത് എൻ്റെ മെനു അവിടെ നോക്കിയാൽ മനസ്സിലാവും. 59 മിനിറ്റ് ആയിട്ടുണ്ട്. 59 മിനിറ്റ് 22 സെക്കൻഡ് അങ്ങനെ കാണിക്കുന്നുണ്ട് പൊക്കത്ത്. അതാണ് ഇപ്പോൾ നമുക്കൊരു ചെറിയ വീട്ട് ഫാമൊക്കെ ഉണ്ടാക്കാം. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ കൊള്ളാം, സംഭവമൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. പക്ഷേ
ഞാനിപ്പോൾ കുറച്ച് പണിതിട്ടുണ്ട്. നമ്മുടെ നോർമൽ വീടൊക്കെ അറിയാമല്ലോ, അതേപോലെ തന്നെ ഞാൻ എല്ലാ സീരീസിലും ഉണ്ടാക്കണ പോലത്തെ ഒരു വീട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയേക്കണത്. പിന്നെ ബാക്കിലൊരു ബ്രിഡ്ജല്ല, ചുമ്മാ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വീറ്റ് ഫാമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വീറ്റ് ഫാമാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. ഈ ഒരു വീറ്റ് ഫാം ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ടോർച്ചിൻ്റെയൊക്കെ സ്ട്രക്ചർ തന്നെ അവർ അടിപ്പനാക്കിയിട്ടുണ്ട്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി അല്ല ഇത് വിതക്കാം. ഓക്കെ, ഇതിവിടെ കുറച്ചും കൂടെ പരിപാടിയുണ്ട്. അപ്പം നമുക്കതിന് വേണ്ടി എടുത്തിട്ട് നമുക്കിവിടെ കളച്ചെടുക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ, അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പാത്തിടണം, അങ്ങോട്ടല്ല അങ്ങോട്ട്. അതിന് വേണ്ടി ഇവിടെ കുറച്ച് ചെടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നാച്ചുറലാകട്ടെ. എന്നിട്ട് പുതിയൊരു ഇതൊക്കെ ചെയ്തിട്ട് ഞാനൊന്ന് ആ പാത്തൊക്കെ റെഡിയാക്കട്ടെ. എന്തൊക്കെയാണ് നിങ്ങൾ ഇത്രയും കണ്ട്. ഞാനിവിടെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. മരമൊക്കെ വലുതാകുമ്പോൾ സീനാകും. അണ്ടർഗ്രൗണ്ടായിട്ടൊക്കെ ഒരു ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ട, അണ്ടർഗ്രൗണ്ടാണ് മോശമൊക്കെ. എനിക്ക് ഇവിടെ പാലൊക്കെ പണിത് കൊടുക്കുന്നത്. സോ എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, എല്ലാ പണിയും ഇനി ആ ഒരു ഷവലിൻ്റെ പണി മാത്രമേ ഉള്ളൂ. കണ്ട, ഒരു ലുക്ക് കണ്ട, നൈസ് ലുക്കാണ് ഇപ്പം തന്നെ. നമ്മളവിടെ ഒരു മരവും നട്ടിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമുക്കത് ഇങ്ങോട്ട് ഇച്ചിരി പാത്ത് അങ്ങോട്ട് വിടാനുണ്ട്. സോ നമുക്ക് അതൊന്ന് പെട്ടെന്ന് ചെയ്യാം. ഇപ്പം തന്നെ 1 മണിക്കൂറായി. 1 മണിക്കൂർ ഒന്നൊന്നായിട്ടുണ്ട്. കണ്ട 1 മണിക്കൂർ 1 മിനിറ്റ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇനിയൊരു പുതിയ ഷവൽ ഉണ്ടാക്കണം. 17 മിനിറ്റ് മറ്റേ ഇൻഷോട്ടിൽ 17 മിനിറ്റ്, മറ്റേതിലും 1. ഞാൻ 1 മണിക്കൂർ ഇരുന്ന് ഗെയിം കളിച്ച് ഗൈസ്. 1 മണിക്കൂർ അത് പൊക്കത്ത് കാണിക്കുന്ന ടൈമറാണ്. ഇതൊക്കെ നമുക്കപ്പോൾ ഇനി ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇച്ചിരി ഒരു ഫാള് പോലെ ഉണ്ടായിരുന്നുണ്ട്, അത് തന്നെയാണ് ഇതും. ഓക്കെ, സെറ്റ്. നിങ്ങൾ ഈ സാധനം മര്യാദക്ക് കണ്ടില്ലായിരുന്നല്ലേ? ഞാൻ മറ്റേ ഓടിച്ച് കളഞ്ഞു. ഞാൻ ആ കാര്യം മറന്നുപോയി. ഞാൻ ഓടിച്ച് കളഞ്ഞു. ഇവിടെയൊക്കെ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മെയിൻ ചെയ്തെടുത്തിട്ട് ഞാൻ അങ്ങോട്ട് നടന്നപ്പോഴാണ് മറ്റേ സാധനം കണ്ടത്. ഇത് മറ്റേ സ്ഥലം തന്നെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാനിരുന്ന സ്ഥലം. അത് ഫുള്ള് കണ്ടായിരുന്നല്ലോ, ആ വീട് പണിയുന്നോണ്ടിരുന്നപ്പോഴത്തേനേക്കാളും ട്രാൻസ്ഫോർമേഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്ഥലം ഫുള്ള് മാറി ഞാൻ മതിലൊക്കെ വെച്ചിട്ട്. ഓക്കെ, സെറ്റ്. നോക്കി കണ്ടാ, നൈസായി സ്ഥലം. അപ്പം ഞാനിനി ഫുൾ വ്യൂ കൊടുക്കട്ടെ. പൊക്കത്താട്ടിൽ നിന്ന് ഫുൾ വ്യൂ കൊടുക്കാൻ പോകാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കുഞ്ഞൻ ബേസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു എപ്പിസോഡായിട്ട് വന്നവരെ ടാറ്റ.